ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധമായ വലതുകരത്താൽ എന്റെ ഹൃദയത്തെ സ്പർശിക്കണമേ. എന്നെ കുറിച്ചുള്ള ദൈവഹിതം പെട്ടെന്ന് സമയബന്ധിതമായി വെളിപ്പെടുത്തുവാൻ എന്നെ ആധ്യാത്മികമായി വളർത്തണമേ, ഉയർത്തണമേ. ശ്രുതികട്ടെ. വിവേചിച്ചറിയുവാൻ ഞങ്ങളുടെ ആന്തരിക ഹൃദയങ്ങളെ തുറക്കണമേ. ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന. ജീവന്റെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിക്ക് 2 ലക്ഷ്യങ്ങളുണ്ട്. ഒരു മാനുഷികമായ ലക്ഷ്യവും ഒരു ദൈവികമായ ലക്ഷ്യവും. ഉടമ്പടി ഒരു ലൈറ്റ് വെയ്റ്റായിട്ട് പെട്ടെന്ന് ഒരു എയർ ലിഫ്റ്റ് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു ഉപാധി എന്ന് പറയുന്നത്, അതിന് നമ്മൾ സൂത്രം, ടെക്നിക്ക് എന്ന് പറയുന്നത്, ഈ ദൈവ ഇഷ്ടം കൂടുതൽ പ്രാധാന്യം ഉണ്ടാകണം. ഇപ്പോൾ അച്ഛൻ ആദ്യം എന്താ പറഞ്ഞത്? ഉടമ്പടിക്ക് 2 ലക്ഷ്യങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, ഒരു മാനുഷിക ലക്ഷ്യം. ഇപ്പം നമ്മുടെ നിയോഗങ്ങളൊക്കെ മാനുഷിക ലക്ഷ്യങ്ങളുണ്ടല്ലോ, അല്ലേ? വീട് അത്യാവശ്യമല്ലേ, അതിന് ഓപ്ഷൻ ഇല്ലല്ലോ. വിവാഹം അത്യാവശ്യമാണ്, ഓപ്ഷനില്ല, തിരഞ്ഞെടുപ്പില്ല. ജോലി അത്യാവശ്യമാണ്, ഓപ്ഷനില്ല. അപ്പോൾ മറ്റു ഒരു ഉപാധി സമാന്തരമില്ലാത്ത വിഷയമാണ് നമ്മുടെ ഉടമ്പടിയിൽ. അതുപോലെ സമയബന്ധിതമായി നടക്കേണ്ട കാര്യങ്ങളാണ്. മറ്റു ബാധ്യതകളില്ല, മറ്റൊരു ഓപ്ഷനില്ല, മറ്റൊരു ചാൻസ് ഇല്ല, തിരഞ്ഞെടുപ്പില്ല. പക്ഷേ സമയവുമില്ല. മറ്റൊരു തിരഞ്ഞെടുപ്പുമില്ല, പക്ഷേ സമയവുമില്ല. ഇപ്പം ജപ്തിയൊക്കെ എന്ന് പറയുമ്പോൾ സമയബന്ധിതമാണല്ലോ. വിസയും അക്കാഡമിക് കോഴ്സുകളും എല്ലാം സമയബന്ധിതമാണ്. നമുക്ക് സമയം മുമ്പില്ല വേറെ. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഉടമ്പടിയുടെ പരിധി വരുന്നത്. അതാണ് അതിൻ്റെ മാനുഷികമായ ലക്ഷ്യമെന്ന് പറയണത്. ഇനി ഇതിന് തന്നെ മാനുഷിക ലക്ഷ്യം എന്ന് പറയുമ്പോൾ മാനുഷികമായ നിയോഗങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വെക്കുന്ന പ്രാർത്ഥന ആവശ്യങ്ങൾ. ഇത് ലിഫ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ചില വിഷയങ്ങളിൽ നമ്മൾ നിയോഗത്തിൽ വെച്ചാൽ ലിഫ്റ്റ് ചെയ്യാൻ, അത് ദൈവത്തെ കൊണ്ട് അഡ്രസ്സ് ചെയ്യിക്കാൻ ചില നിയോഗങ്ങൾക്ക് കുറേ സമയമെടുക്കും. അതിൻ്റെ കാരണം അതിൽ ദൈവത്തിന് മാർജിനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. വളരെ തന്ത്രപരമായിട്ട് വേണം ഉടമ്പടി ചെയ്യാൻ. അല്ല ഓടി വന്ന് വല്ലതൊക്കെ എഴുതിയിട്ട് കഴിഞ്ഞാൽ യൂദാസ് പുന്നാളിൻ്റെ പെട്ടി കൊണ്ടുപോയി എഴുതിയിടുന്ന പോലെ ഇരിക്കും. അതിൻ്റെ അകത്ത് ഇത് ഉടമ്പടി വളരെ സത്യസന്ധമായ ഒരു അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റീസ് പഠിക്കണം. അതിൻ്റെ അകത്ത് നമ്മൾ ഓരോ നിയോഗം വെക്കുമ്പോൾ അതിൻ്റെ മാർജിൻ എന്താണെന്ന് നോക്കണം. എല്ലാ ബിസിനസ്സിനും അതിൻ്റെ മാർജിനില്ലേ? അല്ലെ പിന്നെ ആരാണ് ബിസിനസ് ചെയ്യാൻ പോണത്? അതുപോലെ തന്നെ ഇതിനും ദൈവമായിട്ടൊരു ബിസിനസ് അല്ലെങ്കിൽ ഇതൊരു ആധ്യാത്മിക വിനിമയമാണല്ലോ. ഈ വിനിമയത്തിൽ മാർജിൻ എന്താണ്? ദൈവത്തിന് അതിൻ്റെ അകത്തുള്ള ലാഭം എന്താണ്? ആ ദൈവത്തിന് അതുകൊണ്ട് എന്താ പ്രയോജനം? അത് വളരെ തന്ത്രപരമായിട്ട് നമ്മൾ ധ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഈ ദൈവത്തിൻ്റെ പ്രയോജനങ്ങളെ ഇനി
മനുഷ്യന്മാരുടെ ആധ്യാത്മിക നിലവാരം അനുസരിച്ചുകൊണ്ട് ഡിസേൺമെൻറ്റ് ചെയ്യാൻ ചിലർക്ക് ഇത്തിരി സമയം മതി, ചിലർക്ക് ഒത്തിരി സമയം വേണം. അതായത് നമ്മളൊരു വിഷയം ഉടമ്പടി വെച്ചു. ആ ഉടമ്പടി വെക്കുന്ന വിഷയം നമുക്ക് പ്രധാനപ്പെട്ടതാണ്. നമുക്കതിന് വേറെ ഒരു ഓപ്ഷൻ അതിനകത്ത് ഇല്ലതാനും. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇതിൽ എന്താണ് ദൈവത്തിന് ഇതിൻ്റെ അകത്തുള്ള പ്രയോജനം? അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതിൻ്റെ അകത്ത് എന്താണ്? അപ്പോൾ എല്ലാത്തിനും നിങ്ങൾ ഒരു ഗ്യാരണ്ടി ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് ഓഫ് ഗോഡ് ഇൻ ദ കവനൻറ്റ് ഇൻറ്റൻഷൻസ് നിങ്ങൾ ഗ്യാരണ്ടി ചെയ്യണം. ആദ്യം ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലക്ഷക്കണക്കിന് സാക്ഷ്യങ്ങളെ ഞാൻ അനലൈസ് ചെയ്യും. എത്ര വർഷമായി ഉടമ്പടി അമ്മ 2016 തന്നത്. ഈ കൃപാസനം എന്ന് പറഞ്ഞ സംവിധാനം ഉള്ളത് 89 അന്ന് മുതൽ ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിക്കുകയും കൗൺസിൽ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്കിതിൻ്റെ ഞാനെല്ലാം നിശ്ചിതമായി നിരീക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏതാണ് പെട്ടെന്ന് ക്രാക്കാകണത്, പെട്ടെന്ന് ഫയർ ആകണമെന്നൊക്കെ എനിക്ക് ഏറെക്കുറെ ഒരു ഐഡിയ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, ഈ സ്പീഡ് ബൗണ്ടാകണമെങ്കിൽ, ഉടമ്പടി സ്പീഡ് ബൗണ്ടാകണമെങ്കിൽ അതിൻ്റെ അകത്ത് ആ വിനിമയത്തിലുള്ള ദൈവത്തിൻ്റെ ഇൻട്രസ്റ്റുകൾ അത് നമ്മൾ ഗ്യാരണ്ടി ചെയ്യണം. ദൈവത്തിൻ്റെ താല്പര്യം എന്ന് വെച്ചാൽ ആ ഒരു വിനിമയം നടന്നാൽ, ഇപ്പം നിനക്ക് കുട്ടി ഉണ്ടായി, ദൈവത്തിന് എന്താ പ്രയോജനം? നീ കൊച്ചിനെ മുടക്കി ഞായറാഴ്ച കുർബാനയും മുടക്കി നടക്കും, ദൈവത്തിന് നഷ്ടമാണ് വരാൻ പോണത്. മനസ്സിലായില്ലേ? നിനക്കിപ്പോൾ 7 കൊല്ലം ഇപ്പം കൃപാസനത്തിൻ്റെ ഉടമ്പടിയുടെ വിഷയം എന്താണ്? കൃപാസനത്തിൻ്റെ എത്രയെത്ര പ്രാർത്ഥനകൾക്ക് ശേഷമാണ് ദൈവം ഉടമ്പടി തന്നിരിക്കുന്നത്. ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് കടലോര കൺവെൻഷനാണ്. കടലിൽ കൺവെൻഷൻ നടത്തിക്കൊണ്ടിടക്കിയിരുന്നു 90 വരെ. 90 തൊട്ട് 2000 വരെ കടലിലായിരുന്നു കൺവെൻഷൻ നടത്തിയത്. വള്ളക്കാരെല്ലാം വിളിച്ചുകൂട്ടി, ബോട്ടുകാരെല്ലാം വിളിച്ചുകൂട്ടി, എല്ലാ ബോട്ടിലും ഞാൻ കടലിൽ കൂടി വള്ളത്തെ പോയിട്ട് ഓരോ ബോട്ടിലും കയറി ഇറങ്ങി വെഞ്ചരിക്കുകയും ചെയ്യും. അവിടെയുള്ള കത്തോലിക്കരെ കുമ്പസാരിപ്പിക്കുകയും ചെയ്യും. അതാണ് അന്ന് അമ്മ ഈശോ പറഞ്ഞ കാര്യങ്ങൾ. 2000 ആയപ്പോൾ എൻ്റെ ശുശ്രൂഷ അവിടെ കഴിഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് കടലിൽ നിന്ന് പോരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ശുശ്രൂഷ ഇവിടെ സ്ഥലം കാണിച്ചു തന്നു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നൊരു കാറ്റാടി കമ്പ് കുഴിച്ചിട്ട് 8 കാറ്റാടി കമ്പ് അവിടെ കുഴിച്ചിട്ട് ഒരു ടർപ്പുള്ളി വലിച്ചു കിട്ടി തുടങ്ങിയ പരിപാടിയാണിത്. അത് 2000 ഞങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് അമ്മ പറഞ്ഞത് ഒന്നും ചെയ്യേണ്ട, ശുശ്രൂഷ ഒന്നും വേണ്ട, മാക്സിമം ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പറഞ്ഞു, മാക്സിമം. അപ്പോൾ എന്താ ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചെയ്യുമ്പോൾ അടിമോസ്റ്റാണ് ചെയ്യണത്. അല്ലാതെ അപ്പോഴുടനെ എനിക്കൊരാളെ ഒപ്പിച്ചു തന്നു. ഞാൻ ശാന്തംപാറയിൽ ധ്യാനിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു പ്രായമുള്ള ആൾ, അപ്പോൾ ശാന്തംപാറയിൽ ധ്യാനം ഞാൻ എപ്പോഴും ഇടയ്ക്കൊക്കെ പറയണതാണ്, ഇടുക്കിയിൽ 3-5 ദിവസം ധ്യാനമാണ്. അപ്പോൾ വെളുപ്പാങ്കാലത്തൊക്കെ ആൾക്കാർ മലയിറങ്ങി വരുന്നത് എനിക്ക് പുതിയ കാഴ്ചയായിരുന്നു അതൊക്കെ. അപ്പോൾ ഒരു ചേച്ചി അതിനടുത്ത് പറഞ്ഞ്, എൻ്റെ ഞങ്ങളിവിടുന്ന് കൊത്തിക്കൊണ്ട് പറക്കാനും പറ്റത്തില്ല, തിന്നാനും പറ്റാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത്. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ഞാനും എൻ്റെ 3 പെൺകുഞ്ഞുങ്ങളും ഉണ്ട്. ഞാൻ മലമുകളിലാണ് വീട്, ഞങ്ങൾക്ക് അവിടെ വെള്ളം ഇപ്പം കിട്ടണില്ല. അതൊരു ഡിസംബർ ആകുമ്പോൾ വെള്ളം പറ്റും. പിന്നെ മാർച്ച്, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആകുമ്പോൾ ഈ 4 മാസം മഴ പെയ്യണവരെ, ജൂണിൽ മഴ പെയ്യണവരെ 5 മാസത്തോളം ഇവർക്ക് ഇറങ്ങി വരണം. 200-250 മീറ്റർ മല ഇറങ്ങി വരണം. അത് അടുത്ത താഴെ അവരുടെ വീടിൻ്റെ 250 ആ മലയുടെ താഴെ ഒരു വീട്ടിൽ വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളം കോരിക്കൊണ്ട് പിന്നെ മുകളിലോട്ട് കയറണം. പെൺപിള്ളേരാണെങ്കിലൊക്കെ ഒരു 10-16 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ പെൺപിള്ളേരെ ഇങ്ങനെ ഇടാൻ പറ്റത്തില്ല വെള്ളം കോരാൻ വേണ്ടി. അതുകൊണ്ട് ചേച്ചി തന്നെ പോകണം. ചേച്ചി ഒരു നടുവൊടിഞ്ഞ് വെള്ളം കോരി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ. അപ്പോൾ എന്നിട്ട് പറഞ്ഞ് എന്ത് ചെയ്ത് ആൾക്കാരിപ്പോൾ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളമില്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് കാരണം ഇത് വിറ്റിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ആരും ഇത് വാങ്ങിക്കത്തില്ല. ഇവിടെ താമസിക്കാമെന്ന് വിചാരിച്ചാൽ ഈ പെൺപിള്ളേരെ കെട്ടാൻ ആരും വരത്തുമില്ല. അത് നിസ്സാര കാര്യമില്ല. നിങ്ങൾക്ക് കേട്ടിട്ടൊന്നും തോന്നണില്ലല്ലേ? എനിക്ക് അന്ന് ശരിക്കും ഫീൽ ചെയ്തായിരുന്നു.
എൻ്റെ ഒരു വിജയം തന്നെ, കർത്താവ് എൻ്റെ ശുശ്രൂഷ, നമ്മുടെ ശുശ്രൂഷയുടെ ഒരു വിജയം തന്നെ ആൾക്കാരുടെ വിഷയം കേൾക്കുമ്പോൾ നമുക്കും സങ്കടം വരും. അതാണ് വിഷയം. ആര് എന്ത് പറഞ്ഞാലും എനിക്കെൻ്റെ ഗ്രാവിറ്റി പെട്ടെന്ന് പിടികിട്ടും. അവരെന്തുമാത്രം അതിൻ്റെ അകത്ത് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകും. ഞാൻ അപ്പം തന്നെ ഈ എന്തെല്ലാം മാർഗം ദൈവത്തിരുസന്നിധിയിൽ ഈ വ്യക്തിയുടെ കണ്ണീർ തുടക്കാൻ ചെയ്യാൻ പറ്റും, അതൊക്കെ ചെയ്യാനും ദൈവത്തിരുസന്നിധി നിൽക്കും. മറ്റുള്ളവരുടെ എപ്പോഴും വിഷയം എന്താ വെച്ചാൽ ഈ ഉടമ്പടിയൊക്കെ പെട്ടെന്ന് ഫയറാകാൻ എല്ലാം നല്ലത് വേറെ ഒരാളെ, ദൈവത്തിന് മാത്രം കക്ഷി ചേർക്കരുത്. അതിൻ്റെ അകത്ത് വേറെ ഒരാളെ കൂടി, വേറെ കുറേ ആൾക്കാരെ കൂടി അതിൻ്റെ അകത്ത് കക്ഷി ചേർക്കണം. അപ്പോഴാണ് ഈ ഉടമ്പടി ലിഫ്റ്റാകണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് എൻ്റെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലല്ലോ. സ്വർഗസ്ഥനായ പിതാവേ, സ്വർഗസ്ഥനായ, അതാണ് പ്രശ്നം. അപ്പം മറ്റുള്ളവരെ കൂടിനകത്ത് കക്ഷി ചേർക്കാതെ ഈ പ്രാർത്ഥന ലിഫ്റ്റാകത്തില്ല. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ലൂക്കാ 9:23. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അപ്പൊ ഇതിനകത്ത് വിഷയം വെച്ചാൽ ക്രിസ്തുവിനെ ഒരു വിഷയത്തിൽ കക്ഷി ചേർക്കണമെന്ന് വിചാരിച്ചോ. ഇപ്പം നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ ആ വണ്ടി പുള്ളി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷയത്തിൽ ക്രിസ്തുവിനെ കക്ഷി ചേർക്കണം. അപ്പം ക്രിസ്തുവിനെ കക്ഷി ചേർക്കണമെങ്കിൽ ആദ്യം ഒന്ന് യേശു ക്രിസ്തു ആണെന്ന് അറിയണം. ഈ ക്രിസ്തു എന്ന് പറഞ്ഞ ഈ യാഥാർത്ഥ്യത്തിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറായ കമാൻഡോ ഓപ്പറേഷനാണ് നടക്കുന്നത്. അതിനുള്ള കമാൻഡോസിനെ തിരഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒന്നാമനാണ് പത്രോസ്. പത്രോസിനോട് ചോദിക്കും, ഹു ഡു യു സേ ദാറ്റ് ഐ ആം? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്കറിയണമല്ലോ ഇയാൾ ആരാണെന്ന്. മറ്റുള്ളവരെന്ത് പറയണമെന്ന് പ്രശ്നമല്ല. മറ്റുള്ളവർ അങ്ങനെ പലതും പറയും. ക്രിസ്തു റെവല്യൂഷണറിയാണ്, മതാചാര്യനാണ്, അങ്ങനെ എന്തും വേണമെങ്കിൽ പറയാം. സാമൂഹ്യ പ്രവർത്തകനാണ്, അധ്യാപകനാണ്, ഗുരുവാണ്, ആനകൂന എന്നൊക്കെ പറയാം. ഒരു കഥയുമില്ല. ബേസിക്കായിട്ട് വാട്ട് ഈസ് ക്രിസ്തു, ഹും ഡു യു സേ ദാറ്റ് ഐ ആം? മറ്റുള്ളവർ പുസ്തകം വായിച്ചവരും കേട്ട് പറഞ്ഞവരും അല്ല, എൻ്റെ കൂടെ നടന്നിട്ടുള്ളവർ നിങ്ങൾ എന്താ പറയണത്? അതാണ് ഫോളോ മീ എന്ന് പറയണത്. അത് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല നിങ്ങൾ. അപ്പം നിങ്ങൾ എന്നെ അനുഗമിക്കുന്ന നിങ്ങൾ എന്താണ് പറയണത്? അപ്പോൾ പത്രോസ് പറയണത്, പത്രോസിനത് വെളിപാടായിട്ടാണ് കിട്ടണത്. എന്താ പറയണത്? പത്രോസ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അറിയാം, കുറച്ച് കാര്യങ്ങൾ അറിയത്തില്ല. ക്രിസ്തു സംഭവങ്ങളിൽ എപ്പോഴും വരണ വിഷയം, എപ്പോഴും നിങ്ങൾ ക്രിസ്തുവിനെ എന്നെ മുഴുവനായി, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ക്രിസ്തുവിനെ അറിയാം, പക്ഷെ കുറച്ച് കാര്യങ്ങൾ അറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു എപ്പോഴും ഒരു പഠന വിഷയമായി, അന്വേഷണ വിഷയമായി മാറണത്. പത്രോസ് പറയും, പത്രോസ് എന്താ പറയണത്? നീ ക്രിസ്തുവാണ് എന്ന് എനിക്ക് ആന്തരികമായ ബോധ്യമുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ ലോകത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരമാകാൻ വേണ്ടി ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ട് മുദ്ര വെച്ച് അംഗീകാര മുദ്രയുള്ള ബലിവസ്തുവാണ് നീ. ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്, അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. പക്ഷെ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ മനുഷ്യന് പറ്റത്തില്ലല്ലോ. കാര്യം ദൈവത്തോടല്ലേ ചെയ്തത്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം എന്താണ്? ക്രിസ്തു എന്തുകൊണ്ട് മനുഷ്യരാകേണ്ട അവസ്ഥ വന്നു? കാര്യം മനുഷ്യനോട് ചെയ്ത പാപത്താണ് നമുക്ക് പരിഹരിക്കാം. ഇപ്പോൾ കോടതിയൊക്കെ പരിഹരിച്ചില്ലേ? വണ്ടി ഇടിച്ച് മരിച്ചു കഴിഞ്ഞാൽ ശരി, അവന് എത്ര വയസ്സുണ്ട്, അവൻ്റെ പ്രൊഫഷൻ എന്താണ്, അവന് എത്ര മക്കളുണ്ട്, അവൻ്റെ പ്രായം എന്താണെന്നൊക്കെ നോക്കിയിട്ട് ജഡ്ജി പറയും ശരി എന്നാൽ 5 ലക്ഷം രൂപ കൊടുക്ക്, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ കൊടുക്കാൻ പറയും. മനുഷ്യനോട് ചെയ്ത അപരാധത്തിന് കോടതി പരിഹാരമുണ്ട്. പക്ഷേ ഇത് പരിഹാരം അതല്ല. ദൈവം തന്ന കൽപ്പനകൾക്ക് എതിരെ ഒരാൾ പ്രവർത്തിച്ചാൽ അത് ദൈവത്തോട് തന്നെ ചെയ്യണതാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരാകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തോട് ചെയ്ത തെറ്റാവും. അപ്പോൾ മനുഷ്യനത് പരിഹരിക്കാൻ പറ്റത്തില്ല. മനുഷ്യന് പരിഹരിക്കാൻ പറ്റാ പിന്നെ ആരെങ്കിലും ഇത് പരിഹരിക്കണമല്ലോ. അതിനാണ് പരിഹാരമായിട്ടാണ് ക്രിസ്തു വരണത്. ആര്? ദൈവം തന്നെ മനുഷ്യപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് അവൻ ആകൃതിയിൽ
മനുഷ്യനെപ്പോലെയായി ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമില്ലാതെ അവൻ മനുഷ്യനായി മരണത്തോളവും കുരിശ് മരണത്തോളവും തന്നെ തന്നെ താഴ്ത്തി. അല്ല, കുരിശ് മരണത്തോളം പരിഹാരമായി. അപ്പോൾ മനുഷ്യൻ ചെയ്ത പാപത്തിന് ദൈവം തന്നെ മനുഷ്യപ്പെടുത്തി പരിഹാരം ചെയ്ത റിട്ടാലിയേഷനായി അവിടെ വെച്ച്. ഇനി ക്രിസ്തു എനിക്ക് വേണ്ടി കൂടിയാണ് പരിഹാരം ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ്, അതാണ് വിശ്വാസം എന്ന് പറയണത്. അല്ല എന്തെങ്കിലും വിശ്വാസമല്ല. അമേരിക്ക അവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അമേരിക്ക അവിടെ ഉണ്ടെന്ന്. അതുപോലെയുള്ള ക്രിസ്തുവിനെ ഞാൻ കണ്ടിട്ടില്ല എന്നെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു വിശ്വാസം അല്ല നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തു എനിക്ക് പകരക്കാരനായി പരിഹാരം ചെയ്തു. അവൻ്റെ പരിഹാരത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ആ പരിഹാരത്തിൽ ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ എൻ്റെ പാപങ്ങൾ ആ വിശ്വാസം കൊണ്ട് തന്നെ പരിഹരിക്കപ്പെടുന്നു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. വിശ്വസിച്ച് രക്ഷപ്പെടാനുള്ള ആഴമായിട്ടുള്ള ബോധ്യങ്ങൾ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. സ്നേഹത്തെ ആഴമാർന്ന മഹാത്യാഗത്തെ പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. എൻ്റെ മക്കളെ കൈ രണ്ടും നെഞ്ചത്ത് വെച്ച് കണ്ണടച്ച് ദൈവസ്നേഹത്തോടെ പ്രാർത്ഥിച്ച അച്ഛനോട് ചേർന്ന്, കർത്താവേ, ക്രിസ്തു എന്ന മഹാരഹസ്യം അഭിഷേകമായി മനസ്സിലാക്കുവാൻ എൻ്റെ ഹൃദയത്തെയും എൻ്റെ അധരങ്ങളെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. ആത്മാവേ, അങ്ങയുടെ ഉത്ഥാനത്തിന്റെ ഫലമായ ആത്മാവേ നിറയണമേ, വീണ്ടും നിറയണമേ. വിശ്വാസത്തിന്റെ മഹാരഹസ്യങ്ങളെ എനിക്ക് മനസ്സിലാക്കി തരണമേ. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ, ക്രിസ്തുവിന്റെ നാമത്തെ പ്രഖ്യാപിക്കാൻ എന്നെ അഭിഷേകം ലോകത്തിന്റെ അതിർത്തികൾ വരെ നിന്റെ നാമത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. മത്തായിയുടെ സുവിശേഷം 16:24. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇത് വളരെ ഹൃദ്യമായ ഒരു സമവാക്യമാണ്. ക്രിസ്തുവാണ് നീ എന്ന് പത്രോസ് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിന് എക്കാലത്തെയുമുള്ള നിത്യതയുടെ പരിഹാരം, നിത്യത ലഭിക്കുന്നതിനുള്ള ഏക പരിഹാരമാണ് നീ. നിൻ്റെ ബലിയിലാണ് അപ്പൻ പ്രസാദിക്കാൻ പോകുന്നത്. നീ എനിക്ക് വേണ്ടി കൂടിയാണ് മരിച്ചുയർത്തിട്ടതെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് നിന്നെ എനിക്ക് ലഭിച്ചിട്ട് ഞാൻ നിൻ്റെ കൂടെ നിത്യത കരയേറ്റുന്നത് എന്നുള്ള ക്രിസ്തു രഹസ്യത്തിലേക്കുള്ള യാത്രയിൽ സംഭവിക്കേണ്ട ചില സ്വകാര്യമായ ലളിതമായ കാര്യങ്ങളുണ്ട്. അതിലെന്താണ്? ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പത്രോസാണ് പറയണത്, നീ ക്രിസ്തുവാണെന്ന് പറയണത്. വെച്ച് കഴിഞ്ഞാൽ അഭിഷിക്തൻ, അംഗീകരിക്കപ്പെട്ടവൻ, നിൻ്റെ ബലിയിൽ മാത്രം ദൈവം പ്രസാദിക്കുന്നവൻ. വേറെ എന്ത് പ്രസാദിപ്പിച്ചാലും കാര്യമില്ല. വേറെ നീ പാപപരിഹാരത്തിന് വേണ്ടി എന്ത് തലകുത്തി പറഞ്ഞിട്ടൊരു കഥയുമില്ലെന്നാണ്. ക്രിസ്തുവിൻ്റെ പരിഹാരത്തോടു കൂടി
ബാക്കി മാനവരാശിയുടെ സാംസ്കാരികമായി കണ്ടെത്തിയിട്ടുള്ള മുഴുവൻ പരിഹാരങ്ങളെയും നള്ളിഫൈ ചെയ്യുകയാണ്. മനുഷ്യൻ പരിഹാരത്തിന് എന്തെല്ലാം ചെയ്യുന്നുണ്ട്? ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു പാപത്തിൻ്റെ പരിഹാരമായി എന്ന് നീ വിശ്വസിക്കുമ്പോൾ ക്രിസ്തു നേടിയെടുത്ത പരിഹാരം നിനക്ക് അവകാശമാക്കണമെങ്കിൽ നിൻ്റെ വിശ്വാസത്തിലൂടെയാണത്. അപ്പം നീ എന്തിലാണ് വിശ്വസിക്കണത്? ക്രിസ്തു എന്ന വ്യക്തിയിൽ വിശ്വസിക്കുന്നതിനേക്കാൾ ഉപരി ക്രിസ്തു നിനക്ക് വേണ്ടി പാപപരിഹാരം മരിച്ചുവെന്ന് നീ വിശ്വസിക്കണം. പറഞ്ഞേ, കർത്താവായ ദൈവമേ, എന്റെ പാപപരിഹാരമായി എനിക്ക് പകരക്കാരനായി നീ മരിച്ചുവെന്ന് നിന്റെ മരണത്തില് ദൈവപിതാവ് പ്രസാദിച്ചുകൊണ്ട് എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നു, നിന്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു, വരവ് കാത്തിരിക്കുന്ന കർത്താവേ, വിശ്വാസത്തിന്റെ ഈ മഹാരഹസ്യങ്ങളെ അടയാളങ്ങളുടെ ആഘോഷിക്കുവാൻ അഭിഷേകം നൽകണം. കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം നിന്നു നൽകും ഞാനീ ഹൃദയം പകരം എന്തോ നൽകും ഞാനീ ഹൃദയം പൂർണ്ണമായി നൽകും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉടമ്പടി അടയാളങ്ങളുടെ ക്രിസ്തു രഹസ്യത്തിൻ്റെ അടയാളങ്ങളുടെ ആഘോഷമാണ് ഉടമ്പടി. ഇപ്പം ക്രിസ്തു രഹസ്യ ഉടമ്പടിയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ക്രിസ്തു രഹസ്യമാണ് ആഘോഷിക്കപ്പെടുന്നത് അടയാളങ്ങളിലൂടെ. എന്താണ്? ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ വിടുതലിൻ്റെ വില കൊടുത്തു, എൻ്റെ വിടുതലിൻ്റെ വില കൊടുത്തു. ആ നിൻ്റെ വിടുതലിൻ്റെ വില കൊടുത്തുകൊണ്ട് നിനക്ക് മരണമില്ല, അവൻ വിശ്വസിക്കുന്നവൻ നിത്യമായി ജീവിക്കുമെന്ന് ഈശോ വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ, അവൻ്റെ ഉയർപ്പിലൂടെ ആ വാഗ്ദാനത്തെ അവൻ സാധൂകരിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് നാളെ അവകാശമാകാൻ പോകുമ്പോൾ നിനക്ക് ഒരു ആധികാരികതയുണ്ട്. എന്താണ്? ക്രിസ്തു എനിക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി മാത്രം ഞാൻ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിലയുള്ളവനാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിങ്ങൾ ഇതിൻ്റെ തിയററ്റിക്കൽ സൈഡ് പഠിക്കാതെ ഉടമ്പടി ക്രാക്കാക്കാൻ ബുദ്ധിമുട്ടാണ്. മേജർ മിറക്കിൾ സംഭവിക്കത്തില്ല. സാധാരണ ലൈറ്റ് മിറക്കിളൊക്കെ സംഭവിക്കും. അവൻ്റെ തിയറി പഠിക്കണം. ഇപ്പം ഡ്രൈവർമാരെ നമ്മൾ എടുക്കത്തില്ലേ? ഡ്രൈവർമാരെടുക്കുമ്പോൾ എന്ത് പറയും? നിങ്ങൾ മെക്കാനിസ്റ്റ് ആണെന്ന് ചോദിക്കും ആദ്യം. അയ്യോ മെക്കാനിസ്റ്റ് അല്ല. അപ്പോൾ അത് എൻ്റെ കൂടെ വണ്ടി ഞാൻ വഴി കിടക്കേണ്ടി വരുമല്ല, നിൻ്റെ കൂടെ നിന്നെ വീട്ടിൽ പോയി കളയാൻ പറയും ഇല്ലേ? ഡ്രൈവർമാരെ നമ്മുടെ ഏത് കമ്പനിക്കാരും ഡ്രൈവർ എടുക്കുമ്പോൾ എന്ത് ചോദിക്കും? നിങ്ങൾ മെക്കാനിസ്റ്റ് ആണെന്ന് ചോദിക്കും. കാരണം ഡ്രൈവർ കം മെക്കാനിസ്റ്റിനാണ് നമുക്കൊരു കോൺഫിഡൻസ് ഉള്ളത്. ഉടമ്പടി പഠിക്കുമ്പോൾ അതിൻ്റെ ഡ്രൈവറായാൽ മാത്രം പോരാ, അത് ചെയ്ത് അനുഷ്ഠിച്ച് ഓരോ കാര്യം അച്ഛൻ ഇവിടുന്ന് പറഞ്ഞു വിടും, ഓരോ കാര്യം നിങ്ങൾ ചെയ്യും. നിങ്ങൾ ഡ്രൈവറാണ് അതിൻ്റെ, പക്ഷേ മെക്കാനിസ്റ്റ് അല്ല. ഉടമ്പടി എങ്ങനെ ക്രാക്കാക്കണം എന്നുള്ളതിൻ്റെ അതിൻ്റെ സൈദ്ധാന്തിക ലെവൽ അറിയണം. അതെന്താണ്? ക്രിസ്തു രഹസ്യങ്ങളുടെ ആഘോഷമാണ്. ക്രിസ്തു രഹസ്യം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തു എനിക്ക് വേണ്ടി പകരക്കാരനായി മരിച്ചു. പറഞ്ഞേ, ക്രിസ്തു എനിക്ക് വേണ്ടി പകരക്കാരനായി മരിച്ചു.
എനിക്ക് ലഭിക്കുന്ന ഓരോ കുരിശിലും എനിക്ക് ലഭിക്കുന്ന ഓരോ കുരിശിലും അവന്റെ നാമത്തോട് ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവന്റെ മരണത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നു. എനിക്ക് ലഭിക്കുന്ന അനുദിന സങ്കടങ്ങളിലൂടെ അവന്റെ മരണത്തെ പ്രഖ്യാപിക്കുമ്പോൾ അങ്ങനെ മരണത്തെ പ്രഖ്യാപിക്കുന്നവർക്ക് അവനോടുകൂടി മരിക്കുന്നവർക്ക് അവന്റെ മരണം വാഗ്ദാനം ചെയ്യുന്ന അവനോടുകൂടിയുള്ള നിത്യജീവിതത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നു, പ്രത്യാശിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എനിക്ക് വേണ്ടി മരിക്കും, നീ എനിക്ക് വേണ്ടി ഉയർത്തി നിൽക്കും, നീ എനിക്ക് വേണ്ടി പാപപരിഹാരമാകും. കാര്യം നീ ക്രിസ്തുവാണ്. ഈ ക്രിസ്തു രഹസ്യത്തെ പ്രഖ്യാപിക്കുമ്പോൾ അത് പകുതിയോളം വെളിപാടാണ് പത്രോസിന്. അപ്പോൾ ഈശോ പറഞ്ഞുകൊണ്ട് ഷെമയോൻ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് ഫ്ലെഷ് ആൻഡ് ബ്ലഡ് ദാറ്റ് റിവീൽസ് യു, ഇറ്റ് ഈസ് മൈ ഫാദർ ഇൻ ഹെവൻ എന്ന് ഈശോ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഈ ഇത്രയും നീ ക്രിസ്തുവാണെന്ന് പറഞ്ഞ അത്രയും കാര്യങ്ങളില്ലേ, അത് നീ പഠിച്ചതല്ല, നിന്നെ പഠിപ്പിച്ചതാണ്. നീ അത് പഠിച്ചതല്ല, അത് നീ പഠിപ്പിച്ചതാണ്. ആരാണ്? എൻ്റെ സ്വർഗസ്ഥനായ പിതാവ്. ദൈവവേദനേ, നിന്നെ ക്രിസ്തുവിനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ദൈവപിതാവിൻ്റെ സഹായം വേണ്ടി വരും. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങേ പിതാവിന്റെ സഹായത്താൽ പത്രോസിനെ പോലെ അങ്ങേ പഠിക്കാനുള്ള വെളിപാടിന്റെ ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. പത്രോസ് അതിൻ്റെ ക്രിസ്തു മഹാരഹസ്യത്തിൻ്റെ വാതിക്കലെത്തി അങ്കണത്തിലേക്ക് പ്രവേശിച്ചു എന്ന് ഈശോയ്ക്ക് മനസ്സിലായി. അപ്പോൾ പത്രോസ് പറയും, ഇറ്റ് ഈസ് എ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ദാറ്റ് റിവീൽസ് യു. ഇത് നിൻ്റെ മാംസവും രക്തവുമല്ല, നിൻ്റെ അറിവല്ല. ഈ അപ്പ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെക്കുറിച്ച്. ദോ നൗ യു ഗോട്ട് ദ പാസ്, നിനക്ക് പ്രവേശന അനുമതി ലഭിച്ചു. എൻ്റെ ഭയങ്കര സംഭവം. ക്രിസ്തു ഉടനെ പത്രോസിനെ മനസ്സിലാക്കി. എന്താ പറഞ്ഞത്? ഇത് നിനക്ക് ഇതിൻ്റെ കഴിവില്ലെന്ന് എനിക്കറിയാം, നീ അത്രയും പഠിച്ചിട്ടില്ല എൻ്റെ രഹസ്യം. പക്ഷെ അപ്പ നിനക്ക് ക്രിസ്തു രഹസ്യത്തിൻ്റെ ഒരു സൗധങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അപ്പ നിനക്ക് പ്രവേശന പാസ് തന്നിട്ടുണ്ട്. നൗ ഐ നോ ഇറ്റ്. ഇപ്പം എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട്. നിന്നോടും നിന്നെപ്പോലെ കമാൻഡോയാകാൻ വേണ്ടി ദൈവം വിളിച്ചവരോടെല്ലാം പറയാം. നീ എന്നെയാണ് അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം? ഫസ്റ്റ് ടൈം എന്തു ചെയ്യണം? സ്വയം പരിത്യജിക്കണം. നിൻ്റെ വിഷയങ്ങളല്ല. എങ്ങനെയാണ് പെട്ടെന്ന് ഉടമ്പടി ക്രാക്കാകണം നിങ്ങളോട് പറയണേ. ഞാൻ ക്രിസ്തു രഹസ്യത്തെ താത്വികമായിട്ടും സൈദ്ധാന്തികമായിട്ടും സൂക്ഷ്മതയോടെ പരിശോധിച്ചിട്ട് നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം. എന്താണ്? ഇതിൻ്റെ അകത്ത് സ്വയം കണ്ടൻറ്റുകൾ ഉണ്ടാവും എപ്പോഴും. സ്വയം എന്ന് തന്നെ ഈ സ്വയം എന്ന് പറയുമ്പോൾ എല്ലാ ഇൻറ്റൻഷനിലുള്ള സ്വയം നീ നോക്കിയെടുക്കണം. അതിനകത്ത് ക്രിസ്തുവിനെ കക്ഷിയാക്കണമെങ്കിൽ എന്താ മാർഗം? ഇത് എയർലിഫ്റ്റ് ചെയ്യണ്ടേ നിൻ്റെ നിയോഗങ്ങൾ? അതിന് ക്രിസ്തു കക്ഷിയാകണ്ടേ? അതിനകത്ത് സ്വയം ഉണ്ടാകുന്ന നോക്കിയെടുക്കണം. ഇപ്പോൾ ഉദാഹരണം, നിനക്ക് കുട്ടിയെ വേണം, നിനക്ക് കുട്ടിയില്ല. കാര്യം 23 വർഷമാണ് ഇട്ട് മക്കളില്ലാത്തവരെ ഈ ആൾക്കാരെ ഒറ്റ ഉടമ്പടി കൊണ്ട് 90 ദിവസത്തിനുള്ള ഒരു പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അങ്ങനെ പല കേസുകളുണ്ട്. ഇത് തന്നെയാണ് എല്ലാ കേസിൻ്റെ അവസ്ഥ. ലോകം കൈവിട്ട് ലോകത്ത് ജീവിച്ചിട്ട് വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ രീതികൾ നീ അവലംബിച്ചിട്ട് അവിടെ ആൻസർ കിട്ടാത്ത കാര്യം ഉടമ്പടി ആൻസറുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഓരോ ഉടമ്പടി സാക്ഷ്യത്തിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതൊരു ലാസ്റ്റ് ഓപ്ഷൻ, ലാസ്റ്റ് അബോർഡാണ്. അവസാന കൂടാരത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷേ ഈ കൂടാരത്തേക്ക് വരുമ്പോൾ നീ ഇതിനെ ഈസിയായിട്ട് കണ്ടാൽ
നീ ഒരു പൊട്ടൻ ക്രിസ്ത്യാനിയായിട്ട് മാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കഥ അറിയാൻ പറ്റാതെ എന്നെ ആരാണ്ടൊക്കെ പറഞ്ഞ പോലെ എന്തൊക്കെ കാണിച്ചു വെച്ചിട്ട് പോകും. ഇത് വർക്കൗട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യത്തില്ല. ഇതിൻ്റെ രഹസ്യം മനസ്സിലാക്കിയിട്ട് നീ എന്താ ചെയ്യേണ്ടത്? ഈ സ്വയം എന്നുള്ള ക്രിസ്തുവിനെ നീ സ്വീകരിക്കണം. നീ ഉടമ്പടിയിൽ എനിക്ക് IELTS പാസ്സാകണം, അല്ലെങ്കിൽ എൻ്റെ ക്യാൻസർ 4ാം സ്റ്റേജ് എൻ്റെ രോഗം സുഖപ്പെടണം, അങ്ങനെ ക്യാൻസർ 4ാം സ്റ്റേജൊക്കെ ഒത്തിരി സൗഖ്യങ്ങൾ ഉടമ്പടിയിലൊക്കെ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്, ഉടമ്പടിയിലൂടെ ലഭിച്ചത്. 75 കൊല്ലമായിട്ട് ഭാഗോടമ്പടി നടക്കാത്തതൊക്കെ ഒറ്റ ആഴ്ചക്കൂടെ ഭാഗോടമ്പടി നടക്കും. ഇതൊക്കെ സിമ്പിളാണ് കാര്യം. പക്ഷേ നീ ഇതിനാണ് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ അതിൻ്റെ അകത്തൊരു സ്വയമുണ്ട്. ഈ സ്വയം അതിൻ്റെ അകത്ത് എപ്പോഴാണ് നീ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉടമ്പടി ലാഗ് ചെയ്യും. സ്വയം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നിനക്ക് കാനഡയിൽ പോകണം, ഞാൻ രാവിലെ പറഞ്ഞില്ലേ എന്തിനാണ് കാനഡയിൽ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ചെന്നിട്ട് ജോലി കിട്ടി, അവിടെ കല്യാണം കഴിച്ചിട്ട് അവിടെ തൻ്റെ കുഞ്ഞിന് അവിടെ ജന്മം കൊടുക്കണം. എന്തിനാണ് ജന്മം കൊടുക്കണം? എന്നാൽ മാത്രമേ അവിടെ നിന്നൊക്കെ പൗരത്വം കിട്ടത്തുള്ളൂ. അതാണ് അതിൻ്റെ അകത്തുള്ള സ്വയം എന്ന് പറയുന്ന സാധനം. സ്വയം അതാണ്. സ്വയം അത് ദൈവഹിതത്തിന് വിടണം. മനസ്സിലായില്ലേ? അവിടെ കയറി പിടിച്ചു കഴിഞ്ഞാൽ പക്ഷേ എന്നിട്ട് നീ എന്ത് ചെയ്യണം? കുരിശെടുക്കണം. സ്വയം പരിചയിച്ചിട്ട് എന്ത് ചെയ്യണം? സ്വയം പരിചയിച്ചുകൊണ്ട് മാത്രമല്ല, അവിടെ ദൈവഹിതത്തിന് അത് എന്തും സംഭവിക്കട്ടെ, അത് കോംപ്രമൈസ്, അത് നീ ദൈവം എന്ത് തീരുമാനിക്കുന്നു അവിടെ ഒരു കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണെന്ന് ആദ്യമേ കൈപൊക്കി പറഞ്ഞേക്കണം. കർത്താവേ, ഇതാണ് എൻ്റെ സ്വയം, പക്ഷേ ഇതേ സമയത്ത് അറ്റ് എനി കോസ്റ്റ് പരിത്യജിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ്, കർത്താവേ എൻ്റെ നിയോഗത്തിൽ എഴുതിയിരിക്കുന്നതാണ് എൻ്റെ സ്വയം. അത് നിന്നെ സ്വീകരിക്കാൻ വേണ്ടി ഏതൊത്തുതീർപ്പിനും ഞാൻ തയ്യാറാണ്. അപ്പൊ ഈ സ്വയം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി കുപ്പയായിട്ട് കരുതാൻ നമുക്ക് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ലിഫ്റ്റാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ അകത്തൊരു ക്രോസ് കണ്ടൻറ്റ് നിങ്ങൾ ആഡ് ചെയ്യണം. ക്രോസ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കുക. പിന്നെ എന്താണ്? കുരിശമെടുത്തുകൊണ്ട് കൂടെ വരിക. അപ്പോഴാണ് ഈ ക്രിസ്തു എന്ന് പത്രോസ് പറഞ്ഞ സംഭവം ഇവനെ അവകാശം ഓഹരിമാക്കാനുള്ള സൊല്യൂഷൻസിൻ്റെ ഇക്വേഷൻസ് പറയുകയാണ് ഈശോ. എന്താണ്? അതിനൊന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ എന്ത് ചെയ്യണം? സ്വയം എന്നുള്ള സംഭവം എല്ലാത്തിൻ്റെ അകത്ത് സ്വയം ഉണ്ടാകും. ഇപ്പം നിനക്കൊരു കുഞ്ഞിനെ വേണം, ദാറ്റ്സ് ഓക്കെ, ന്യായമായ ആവശ്യമാണ്. കുഞ്ഞിനെ കിട്ടുമ്പോൾ അതിൻ്റെ അകത്തൊരു സ്വയമുണ്ട്. എന്താ കാര്യം? ഇനി കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിനെ കിട്ടിയാൽ ചിലപ്പോൾ ചില പെണ്ണുങ്ങൾക്ക് ക്രിസ്തുവിനെ, ഇതുവരെയുള്ള ക്രിസ്തുവിനെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കും. അതെന്താണ്? ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ ഒരു അനുഭവമുണ്ട്. ഞാൻ ഇടവക ഒന്നും പറയണില്ല, ഞാൻ ഇടവക ഇരിക്കുമ്പോൾ എപ്പോഴും ഒരു ചേടുത്തി വരുമായിരുന്നു 2 പെൺകുഞ്ഞുങ്ങളുമായിട്ട്. പെൺകുഞ്ഞുങ്ങളൊന്നും അല്ല, അതിങ്ങനെ വലിയ പിള്ളേരാണ്, 10-20 വയസ്സുള്ളതാണ്. ഇതുങ്ങളായിട്ട് എപ്പോഴും വരും ചേടുത്തി. അപ്പോൾ ചേടുത്തിക്ക് ഒരു ആന്തരികമായ ദുഃഖമുണ്ട്. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവരുടെ സംസാരം സ്കാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇവരുടെ ആന്തരികമായ ദുഃഖം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാര്യം വെച്ചാൽ ഈ പെൺപിള്ളേരൊക്കെ 2 കല്യാണം കഴിപ്പിച്ച് വിടും, പിന്നെ തനിക്ക് ഒരു കൊച്ചില്ലല്ല എന്നുള്ള ഒരു ദുഃഖം ഇവർക്കുണ്ട്. അത് ഭയങ്കര ദുഃഖമാണത് ശരിക്കും പറഞ്ഞാൽ. ചിലർക്ക് ദുഃഖമില്ല, കാര്യം കുടുംബങ്ങളൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത് പെൺപിള്ളേരല്ലേ പലതും. അപ്പം ചിലർക്ക് അത് ഭയങ്കര പെൺപിള്ളേരില്ലാത്തതായിരിക്കും ദുഃഖം, ചിലർക്ക് ആൺപിള്ളേർ ഇല്ലാത്തവർക്കും ദുഃഖം. അത് അവരെ ആശ്രയിക്കുന്ന വിഷയമാണ്. രണ്ടും ശരിയാണോ തെറ്റാണോ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിഫേഴ്സ്, ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കുക. അപ്പോൾ ഈ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം 2 നല്ല ഇടിവെട്ട് പെൺപിള്ളേരുണ്ട്. അവർ ആൺപിള്ളേരെക്കാൾ അടിപൊളി പിള്ളേരാണ്. എന്ത് കാര്യം ചെയ്യാനും, ഏത് വണ്ടിക്ക് പോകാനും, എന്ത് കാര്യം സഹായിക്കാനും ചെയ്യാം. പക്ഷേ ഷീസ് നോട്ട് സാറ്റിസ്ഫൈഡ്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് സങ്കടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ആൺകുഞ്ഞുണ്ടായിരുന്നതാണ് പണ്ട്. ഇത് കുറേ നാളായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നിട്ട് ഈ പെൺകുഞ്ഞുങ്ങൾ ജനിക്കണ മുമ്പ് അവർക്ക് ആൺകുഞ്ഞ് ജനിച്ചതാണ്. നല്ല മുഴുമുടക്കനായ നല്ല വെണ്ണപ്പരുവത്തിൻ്റെ കൊച്ചാണ് ജനിച്ചത്. പക്ഷേ എന്നാ പറ്റിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടി ഇവരുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും. ഇവർ ദൈവത്തിൻ്റെ കാലെ പിടിച്ച് ഈ കൊച്ചിനെ സംഘടിപ്പിച്ചെടുത്ത് പിന്നെ ഒരു കാര്യമുണ്ട്. പിന്നെ എന്താണ്? ആ കൊച്ചിനെ വീട്ടിൽ ആരെക്കൊണ്ടും കൈ തുടിക്കത്തില്ല. അപ്പോൾ അവിടെ ലക്ഷണം മാറി. അതാണ് സ്വയം എന്ന് പറയണത്. ഈ കരഞ്ഞ കൂവിയൊക്കെ ഇവിടെ കൂടെ നടക്കുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാത്ത എന്താണ്? ഈ പിശാചിനെ എനിക്കറിയാം. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് എന്തൊക്കെ പറഞ്ഞാലും, ഞാൻ എന്തൊരു നിലവിളിച്ചാലും നിങ്ങളവർക്ക് ജോസഫ് എന്താ മൈൻഡ് ചെയ്യാത്തത്? ഞാൻ എനിക്കറിയാം സാധനത്തിന്. കാര്യം ഇതോടുകൂടി ഇവളുടെ കാര്യം തീരുമാനമാകാൻ പോകും, ഇവിടെ ദൈവത്തിൽ നിന്ന് പോകാൻ പോകുകയാണ്. നമ്മളെപ്പോഴും പറയണം ദൈവത്തിൻ്റെ കണ്ടൻറ്റ്, ദ കണ്ടൻറ്റ് ഓഫ് ദി ക്രോസ്,
അതെപ്പോഴും ഗ്യാരണ്ടി ചെയ്യണം നിങ്ങളുടെ നിയോഗത്തിൽ. 21 ലക്ഷം മനുഷ്യരുടെ കൗൺസിലിങ് കഴിഞ്ഞ 38 കൊല്ലമായിട്ട് ചെയ്തിട്ടാണ് ഈ കാര്യം പറയണത്. നിങ്ങളുടെ കണ്ടൻറ്റ് വൈസ് ഇപ്പോൾ ഇവർക്ക് ഈ ചേച്ചിക്ക് എന്താ സംഭവിച്ചിരിക്കണത്? ഈ ചേച്ചിക്ക് സംഭവിച്ചിരിക്കണത് ഇതാണ്. ഇവർ ഒരായുണ്ട് വീട്ടിൽ കുഞ്ഞിന്. ഈ 2 പെൺകുഞ്ഞുങ്ങൾ ജനിക്കണ മുമ്പ് ജനിച്ച കൊച്ചാണേ, ആൺകുച്ച്. ഈ വീട്ടിൽ ഒരു ആയുണ്ട്. ആയ കുഞ്ഞു ഉറങ്ങി വരുമ്പോൾ ഇവർ ആദ്യത്തെ കുർബാന, ഈ ചേച്ചി ആദ്യത്തെ കുർബാനക്ക് വരും. ആദ്യത്തെ കുർബാനക്ക് വന്നിട്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് അച്ഛൻ കുർബാന ഉയർത്തുമ്പോൾ തന്നെ ഇവർ മാഞ്ഞു പോകും. പള്ളിയിൽ നിന്ന് മായാവി പോണ പോലെ ചെടുത്ത് മാഞ്ഞു പോകും. എന്താ കാര്യം എന്നറിയാമോ? അവർക്ക് കൊച്ചുണരണ സമയം അറിയാം. കൊച്ചുണരണ സമയം അറിയാം. എന്താണ് കാര്യം? ഇതാണ് ടൈം. ഒരു 7:15 പരുവത്തിലുള്ള ടൈമിനാണ് കൊച്ചു ഉണരണത്. ആ ഉണരുമ്പോൾ ആ പണ്ടാരം ആ കുഞ്ഞിനെ നോക്കാൻ നിർത്തിക്കണം. അവളെ കയറി അവരെ കൊച്ചിനെ എടുക്കും. വാവോ വാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോൾ ആ കുഞ്ഞ് വിചാരിക്കും ഇവളാണ് അമ്മയെന്ന്. അപ്പോൾ താൻ ഔട്ടാകാതിരിക്കാൻ വേണ്ടി കുഞ്ഞ് ഉണരണ മുമ്പ് കർത്താവ് വിട്ടു ഇവൾ 4 കാലം വീണ് വീട്ടിൽ പോയി കുഞ്ഞിനെ എടുക്കും. കുഞ്ഞിനെ എടുക്കണ മുമ്പ് ഇവളെ കുഞ്ഞിനെ എടുക്കും. എത്ര കൊല്ലമായി? ഒരു 3 കൊല്ലത്തോളം ഇത് തന്നെയായിരുന്നു കലാപരിപാടി. കുഞ്ഞിനെ പ്രതി ബാക്കി ആർക്ക്, അവളുടെ ഭർത്താവിന് വരെ അവിടുത്തെ വേലക്കാരത്തി ഭക്ഷണം കൊടുത്ത് അവൾക്കൊരു പ്രശ്നമില്ല. പക്ഷേ കുഞ്ഞിനെ കൊണ്ട് ഭക്ഷണം എടുപ്പിക്കത്തില്ല. ഇതാണ് സ്വയം എന്ന് പറഞ്ഞ സാധനം. പീഡിയ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞ സംഭവം നിസ്സാരമില്ലേ? അത് ആരോടെ, വീട്ടുകാരോടായാലും ശരി, അമ്മയോടായാലും ശരി, അപ്പനോടായാലും ശരി, അതായത് ക്രിസ്തുവിനെ നിർത്തിക്കൊണ്ട് വേറൊരു അറ്റാച്ച്മെൻറ്റിന് നമ്മൾ തയ്യാറായാൽ പിന്നെ ക്രിസ്തുവിനെ നിങ്ങൾ അവിടെ നോക്കേണ്ട കാര്യമില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. ഇത് വളരെ വളരെ ബുദ്ധിപൂർവ്വം അവധാനതയോടുകൂടി ശാസ്ത്രീയമായി ആധ്യാത്മിക ശാസ്ത്രമനുസരിച്ച് സൂക്ഷ്മതയോടെ പഠിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. എന്താ അത് ഈ എല്ലാ വിഷയവും അങ്ങനെ വരും. ഇപ്പം നിങ്ങൾ കല്യാണം കഴിച്ചു, അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞ് ജനിക്കണം, അല്ലെങ്കിൽ ഒരു ഭർത്താവ്. അപ്പോൾ നിങ്ങൾക്ക് ഭർത്താവിനൊക്കെ ഒരു സങ്കല്പമുണ്ട്. ഭർത്താവിനെ ഞാൻ അങ്ങനെ സ്നേഹിക്കും, ഭർത്താവിനെ ഇങ്ങനെ സ്നേഹിക്കും, ഇങ്ങനെ ഓരോ സങ്കല്പങ്ങൾ ഉണ്ടാക്കി എടുക്കും. നിങ്ങൾക്ക് വീട് വേണം. വീട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഡ്രോയിങ് റൂം വേണം, വർക്ക് ഏരിയ വേണം, വർക്ക് ഏരിയയിൽ ഓരോ കബോർഡ് വേണം. അതിനെല്ലാം ഞങ്ങൾക്ക് ഐഡിയ. വീട് വെക്കാൻ നേരത്ത് ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ കിച്ചൻ്റെ വർക്ക് ഏരിയയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണത്. അത് ദൈവത്തെ അറിയാമല്ലോ, അതല്ലേ പ്രശ്നം. ഒരു വീടില്ലെന്ന് പറയുമ്പോൾ ആ വീട് വെച്ചിട്ട് സ്വന്തമായൊരു വീട് വെക്കുമ്പോൾ നിങ്ങൾ കല്യാണം ചെന്ന വീട്ടിൽ നിങ്ങളുടെ അലമാരിയിൽ സ്വർണമോ അതുപോലെ തന്നെ സാരിയോ വെച്ചപ്പോൾ നിങ്ങളുടെ നാത്തൂനോ നിങ്ങളുടെ അമ്മായിയമ്മ വെപ്പിച്ചിട്ടില്ലെങ്കിൽ അതിനൊക്കെ പരിഹാരം ചെയ്യാനൊരു പ്രതികാരം ഉള്ളിക്കിടപ്പുണ്ട്. അതാണ് സ്വയം. നീ ഒരു വീട് വെക്കുമ്പോൾ എണ്ണി ഇവളൊക്കെ എന്നോട് കാണിച്ചതിന് ഇവിടെ മുമ്പിൽ ഞാൻ സമാധാനം ചെയ്യും. അതാണ് സ്വയം. ഈ വീടിൻ്റെ സംഭവം. ഒരു വീട് ചെയ്യുമ്പോൾ നിൻ്റെ ഉള്ളിലൊരു സ്വയം ഉണ്ടാവും. അത് മിക്കവാറും ദൈവത്തിനെതിരായിരിക്കും. ഇപ്പോൾ ഇവരുടെ സ്വയം എന്താണ്? വെണ്ണക്കുഞ്ഞിനെ അതുപോലെ വളർത്തി അവളുടെ അടിമയായി അവളുടെ സ്വരം കേട്ട് മാത്രം ഉറങ്ങുകയും അവളുടെ സ്വരം കേട്ട് ഉണരുകയും അവളുടെ സ്വരം മാത്രം തിരിച്ചറിയുകയും ചെയ്യുന്ന കുഞ്ഞായിട്ട് തന്നെ മാറ്റുകയാണ്. പാല് ഈ തള്ള മാത്രമേ കൊടുക്കത്തുള്ളൂ. വേറെ ആരും കുഞ്ഞിനെ കൊണ്ട് പാലെടുപ്പിക്കത്തില്ല. ഇപ്പം എന്നാ പറ്റിയിരിക്കണമെന്ന് നോക്കിയേ, 2.5 കൊല്ലം അത് ജീവിച്ചാ കൊച്ചി. 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ വെറുതെ ചത്തുപോയി ആ കൊച്ചി. അതെന്താ വെറുതെ ചത്തുപോകാൻ കാര്യം? ഞാൻ ചോദിച്ചു, എന്തെങ്കിലും വെറുതെ ചത്തുപോയത്? അതെ, കുഞ്ഞിൻ്റെ കരളിൽ പാലിൻ്റെ പാട കെട്ടിയെന്ന്. പാല് മാത്രമേ കൊടുക്കത്തുള്ളൂ, കളർ വെക്കാൻ വേണ്ടി പൊന്ന് വരച്ച് കൊടുക്കും, പാലും കൊടുക്കും, പോരെ പരിപാടി. അപ്പോൾ കളറും വെക്കും, മിനുക്കം ഉണ്ടാകും കൊച്ചിന് മിനുക്ക് കിട്ടി. എൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞ് പള്ളിയിലൊക്കെ കൊണ്ടുനടക്കാനാണ്. അപ്പോൾ എല്ലാവരും പറയാം, താടിക്കാൻ നല്ല കുഞ്ഞാണ്, നല്ല തിളക്കമുള്ള കുഞ്ഞാണെന്ന് പറയും. അതിനു വേണ്ടി ഇതാണ് സ്വയം എന്ന് പറയണത്. നമ്മൾ ഓമനത്വത്തോടുകൂടി എന്തിനെ നോക്കിയാലും അത് സ്വയമായി മാറും. ഈ സ്വയം ഏത് സമയത്തും വെട്ടൊഴിയാനും സമർപ്പിക്കാനും നമ്മൾ തയ്യാറാകുകയും അതുകൊണ്ട് മാത്രം ഈ സംഭവം നടക്കത്തില്ല. പിന്നെ എന്താണ്? ഒരു കുരിശ് ഇതിനകത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലും ഒരു കുരിശുണ്ടാകണം. ഇന്നലെ ഇവിടെ ഒരു സാക്ഷി ഒരു മോള് പറഞ്ഞ്, അവളെന്താ പറഞ്ഞെന്നറിയാമോ? എനിക്ക് വലിയ കാശൊന്നുമില്ല, IELTS OIT ഒക്കെ പഠിക്കാനോ ഇനിയും തോറ്റാലൊക്കെ വീണ്ടും എഴുതി കൊടുക്കാനൊക്കെ എൻ്റെ കാശില്ല. അപ്പം ഞാൻ കർത്താവിനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ ഒറ്റ ജയിപ്പിക്കലേക്കാണ്ട് ജയിപ്പിച്ചതാ. നിന്നോട് ഞാനൊരു കുരിശെടുത്ത കാര്യം പറയാം. എന്താ കുരിശ്? ഈ കാശ് OIT എഴുതാൻ കാശില്ലാത്ത പിള്ളേരില്ലേ, അവർ ഞാൻ തിരക്ക് നടന്ന് പിടിപ്പിച്ചിട്ട്
അവരെ ഞാൻ പഠിപ്പിച്ചോളാം, അവരെ കാശ് മുടക്കാതെ തന്നെ പഠിപ്പിച്ചിട്ട് ഞാൻ പരീക്ഷ എഴുതിക്കൊള്ളാം. എന്താണ്? ആ ഒരു കുരിശാണ് എടുക്കുന്ന ആ സാധനം. ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ വേറെ ഒരു കുരിശ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോൾ ചിലർക്ക് ജെറോം പഠിക്കാൻ പറ്റത്തില്ല, ചിലർ ഭയങ്കര കാഴ്ചയായിരിക്കും. അപ്പോൾ ഒരാൾ ചിലർ പറയും ഞാൻ പഠിപ്പിച്ചാൽ നിന്നെ, നീ പഠിക്കണ്ട, നീ 5 പൈസ മുടക്കണ്ട, നീ ഞാൻ പറഞ്ഞ പോലെ പഠിച്ചാൽ മതി. അതാണ് അത് കുരിശെടുക്കുക. വെച്ചാൽ മറ്റുള്ളവരുടെ, നമുക്ക് കുരിശെന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രത്യേകിച്ച് പ്രോഫിറ്റബിൾ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയോ ഒരു വിഷയമോ ആണ് കുരിശെന്ന് പറയണത്. എന്താണ് കുരിശെന്ന് പറയണത്? നമുക്ക് നേരിട്ട് ഫലമില്ലാത്ത ഒരു കുരിശ്, ഒരു വ്യക്തിയോ ഒരു വിഷയമോ ആണ് കുരിശെന്ന് പറയണത്. അപ്പം നമ്മൾ ക്രിസ്തുവിനെ രഹസ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നെ എന്താണ്? പത്രോസിനോട് പിന്നെ അടുത്ത വേദപാഠം പറഞ്ഞു കൊടുക്കുകയും, അടുത്ത വേദപാഠം നീ ക്രിസ്തുവാണെന്ന് അതിൻ്റെ പ്രവേശന അനുമതി കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നീട് അവനിപ്പോൾ എൻട്രൻസല്ലേ കിട്ടിയുള്ളൂ. പത്രോസിൻ്റെ എൻട്രൻസ് ടെസ്റ്റായിരുന്നു ഇന്ന് നടന്നത്. പത്രോസ് എൻട്രൻസ് പാസ്സായി. അപ്പോൾ ഈ പറഞ്ഞ് എൻട്രൻസ് പാസ്സായ കാര്യമല്ല, സിലബസ് വരുന്നുണ്ടെന്ന് പറയും. പിന്നെ സിലബസ് പഠിപ്പിക്കാൻ തുടങ്ങി. സിലബസ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളി പറഞ്ഞ് എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല, നീ പഠിക്കേണ്ട, ഇത് നമ്മൾ രണ്ടും കൂടി പഠിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. എന്താ? മനുഷ്യപുത്രൻ ശത്രുകരങ്ങൾ ഏൽപ്പിക്കപ്പെടും, അതല്ലേ പറഞ്ഞത് ഇന്ന്. മാറ്റി നിർത്തി ഇത് നീ ക്രിസ്തുവാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻട്രൻസ് ഇവൻ പാസ്സായി. പക്ഷേ ഇവന് സിലബസ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ സിലബസിലുള്ള എന്താണ്? നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്, അതിവിടെ തന്നെ ചുറ്റവട്ടി കിടക്കുകയല്ല, നമ്മളൊരു യാത്രയിലാണ്, ജീവിതയാത്രയാണ്. ഈ ജീവിതയാത്രയിൽ നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. ജെറുസലേം എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യതയിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ നിത്യതയിലേക്ക് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നിത്യതയിലേക്കുള്ള വഴി പിന്നെ പറഞ്ഞു എൻട്രൻസ് പാസ്സായി കഴിഞ്ഞപ്പോൾ നിത്യതയിലേക്കുള്ള സിലബസ് വെക്കും ഈശോ. അതെന്താ സിലബസ്? എന്താ? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ, നിത്യതയെ, ഈശോയുടെ ലക്ഷ്യം നിത്യതയല്ലേ. ഇപ്പം അനുഗമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ വരെ പോകുകയല്ലല്ലോ. അപ്പം നിങ്ങളുടെ ഈ IELTS വരെയാണ് കാനഡയിൽ എത്തണ വരെ യേശുവിനെ അനുഗമിക്കാനാണെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്, സ്ലോ ആവും സാധനം. നിങ്ങളുടെ വസ്തു വിൽപ്പന മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഇത് സ്ലോ ആകും. കാര്യം ദൈവത്തിൻ്റെ മാർജിൻ അവിടെ ഇല്ല. അതുകൊണ്ട് നിത്യത എന്നുള്ള വിഷയമാണ് ആദ്യമേ തന്നെ നിയോഗത്തിൽ വെക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്റെ നിയോഗങ്ങളിൽ നിന്റെ പീഡാനുഭവത്തിലൂടെ മരണത്തിലൂടെ അപ്പായെ പ്രസാദിപ്പിക്കുവാൻ നീ എടുത്ത മാർഗങ്ങളിലൂടെ നിന്റെ മരണത്തിലൂടെ നീ നേടിയ നിത്യജീവനെ അവകാശമാക്കാൻ, അതെന്റെ നിയോഗമാക്കാൻ എന്നെയും അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ. നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ കർത്താവിൻ്റെ പാഠശാലയിലെ നിത്യതയുടെ സിലബസ് ആരംഭിക്കുകയാണ്. ഒന്നാം പാഠം എന്താണ്? നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ലക്ഷ്യം ഫിക്സ് ചെയ്യാൻ പറയും. നിൻ്റെ IELTS, നിൻ്റെ കാനഡ, നിൻ്റെ അമേരിക്ക, നിൻ്റെ ന്യൂസിലൻഡ് അല്ല, അത് ആലപ്പുഴ വരെ പോണ പോലെ ഇരിക്കും. അതല്ല, നിൻ്റെ നിത്യത ആദ്യം നിൻ്റെ നിയോഗമാക്കാൻ പറയും. പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുമായിട്ടുള്ള എന്റെ ഉടമ്പടിയില് എന്റെ നിത്യത നിയോഗമാക്കാൻ എനിക്ക് അന്തർജ്ഞാനം നൽകണമേ.
നിങ്ങളെ എൻകറേജ് ചെയ്തിരിക്കും. നിങ്ങൾ വിഷമിക്കുകയൊന്നും ചെയ്യരുത്. ഞാൻ ഇടയ്ക്ക് കുരിശൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്. ഇതൊക്കെ സിമ്പിളായിട്ട് അനോയിൻറ്റിങ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഭാരം ലഘുവാകുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? എൻ്റെ ഭാരം ലഘുവാകും. അത് പ്രോമിസിങ്ങിലുള്ളതാണ്, വാഗ്ദാനത്തിലുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുരിശിനെ ഓർത്തോളം വിഷമിക്കൊന്നും വേണ്ട. ഞാനും കുറേ കുരിശ് കണ്ടതും ഇപ്പോൾ എടുക്കുന്നതുമാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എംപവർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയണത് ഇപ്പോൾ തന്നെ ഇതിൻ്റെ എൻകറേജ് ചെയ്യുന്ന ഇതിൻ്റെ പകുതി ഇപ്പോൾ പത്രോസ് തന്നെ ഈശോ എന്താ പറഞ്ഞത്? നീ എൻട്രൻസ് പാസ്സായി, ഐ നോ ഇറ്റ്. പക്ഷേ ഇത് നോട്ട് ബൈ മെറിറ്റിലാണ് വന്നിരിക്കുന്നത്, ബട്ട് ബൈ ഗ്രേസാണ്. കുറച്ച് നിൻ്റെ അറിവാണ്, ബാക്കി ഗ്രേസാണ്. എന്താണ്? എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത്. ആ ഗ്രേസാണ് സംഭവം. അപ്പോൾ ഈ ഗ്രേസിൻ്റെ വാട്ടർ മാർക്ക് എല്ലായിടത്തും ഉണ്ടാവും. നീ സത്യസന്ധമാണെന്ന് നിയോഗം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിന് മാത്രം ചെയ്യാനുള്ള ചില സംഭവങ്ങൾ ദൈവം നിനക്ക് തന്നുകൊണ്ടിരിക്കും. പത്രോസിന് അത്രയും വിവരമില്ല. പത്രോസിന് ഏറെക്കുറെ ഒരു ഐഡിയയേ ഉള്ളൂ ക്രിസ്തുവിനെക്കുറിച്ച്. പക്ഷേ ലോകത്തിലേക്ക് വരായിരുന്ന മിശിഹായാണെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ലോകത്തിലേക്ക് വരായിരുന്ന മിശിഹ എന്ന് പറഞ്ഞ സംഭവം പത്രോസിൻ്റെ അല്ല, ശരിക്കും അത് പിതാവിൻ്റെതാണെന്ന് ഈശോ പറഞ്ഞു. അത് ഗ്രേസാണ്, മെറിറ്റല്ല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പത്രോസിനെ സഹായിച്ചതുപോലെ നിന്നെ മനസ്സിലാക്കാൻ എനിക്കും വരപ്രസാദം നൽകി എന്നെയും നയിക്കണമേ. ശ്രുതികടെ ഹല്ലേലൂയ. ഇനി നമ്മുടെ യാത്ര ഇത്തിരി ദൂരമുണ്ട്. അതാണ് വി ആർ ഗോയിങ് ടു ജെറുസലേം. എന്ത് ജെറുസലേമാണ്? സ്വർഗീയ ജെറുസലേമാണ്. ആ സ്വർഗീയ ജെറുസലേമേക്കുള്ള നിത്യതയിലേക്കുള്ള യാത്രയാണ്. അതിന് നീ എക്വിപ്ഡാണെന്ന് ചോദിക്കും. എന്താണ്? എന്നെ അനുഗമിക്കേണ്ടി വരും. എന്നെ അനുഗമിക്കേണ്ടി വരുമ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ എവറസ്റ്റിലൊക്കെ പോകുന്ന ആൾക്കാരെ, കയറുന്ന ആൾക്കാരെ, ഇപ്പോൾ എവറസ്റ്റ് കയറിയ ആൾക്കാരുടെ അനുഭവങ്ങളൊക്കെ യൂട്യൂബിലുണ്ട്. അപ്പോൾ എവറസ്റ്റിലേക്ക് കയറുന്ന വഴിക്ക്, പോകുന്ന വഴിക്ക് 8000 അടി കയറണ്ടേ. അപ്പോൾ ഒത്തിരി സായിപ്പന്മാർ കയറിയിട്ടുണ്ട്, ഒത്തിരി അവിടെയുള്ള ഈ നേപ്പാളുകാർ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ടെൻസിങ് ഹിലാരിയും കയറി. അപ്പോൾ ടെൻസിങ്ങിനെ എന്തിനാണ് കൂട്ടിയത്? ഹിലാരി കൂട്ടാൻ കാര്യം എന്താ? ടെൻസിങ് ഈ മല കണ്ട് വളർന്ന ആളാണ്. അയാൾക്ക് കയറി പരിചയമുണ്ട്. ആ നാട്ടുകാരനാണ്. ഇപ്പം കടലിൽ പോകുമ്പോൾ മത്സ്യത്തൊഴിലാളിനെ കൊണ്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. കടലിൽ അല്ലാതെ പുസ്തകം നോക്കി കടൽ നീന്തി പഠിച്ച ആൾക്കാരെ കൊണ്ടുപോകാൻ ടെക്സ്റ്റ് ബുക്കിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ടെൻസിങ്ങിനെയും കൂട്ടിയാണ് ഹിലാരി പോണത്. പക്ഷേ ഹിലാരി പോണ വഴിക്കെല്ലാം നേരത്തെ കയറിയ ആൾക്കാർ മരിച്ചു കിടപ്പുണ്ട്. ഇടക്കിടക്ക് അസ്ഥിക്ക് പഞ്ചറായിട്ട് കിടപ്പുണ്ട്. ചിലത് അഴുകിയിട്ട് പൊടിയില്ല. എവറസ്റ്റിൻ്റെ കൊടുമുടിയിലേക്കുള്ള യാത്രയിൽ അഴുകാത്ത ശരീരങ്ങൾ ഹിമാലയത്തിൻ്റെ സ്റ്റെപ്പുകളിൽ കിടപ്പുണ്ട്. എന്താ കാര്യം? നല്ല തണുപ്പാ. 0 വന്നിട്ട് -60 വരെ കിടപ്പുണ്ട്. അവിടെയൊക്കെ കിടക്കുന്ന ഡെഡ് ബോഡി അഴുകത്ത് പൊടിയില്ല, അങ്ങനെ കിടക്കുകയാണ്. വർഷങ്ങളെ കിടക്കുന്നവരുണ്ട്. ഈ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് ചില സമയത്ത് ഹോൾട്ടാകാൻ സാധ്യതയുണ്ട്, പരിചയമില്ലെങ്കിൽ. അപ്പോൾ സായിപ്പന്മാരാണെങ്കിൽ പോലും ഓക്സിജനൊക്കെ കൊണ്ടല്ലേ, ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ വേണം. ഒരു 10,000-3000 അടി കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ ഇല്ല അവിടെ, പിന്നെ ഓക്സിജൻ വേണം. അപ്പോൾ വലിയൊരു യാത്രയ്ക്ക്, നിത്യതയ്ക്കുള്ള യാത്രയ്ക്ക് ഇടയ്ക്ക് ഓക്സിജൻ എടുക്കാൻ പറയും. അതിനാണ് ഈ കുരിശെന്ന് പറയുന്നത്. ഓക്സിജനാണ് ശരിക്കും പറഞ്ഞത്. കർത്താവ് വളരെ കാര്യം, കർത്താവിനെ നിത്യതയിൽ എത്തിച്ച് ദൈവത്തിന് പ്രസാദം വാങ്ങിച്ചതിൻ്റെ പിന്നിൽ ഈ പ്രാണവായു എന്ന് പറഞ്ഞ കുരിശുണ്ട്. കുരിശിൻ്റെ ഒരു ക്രിസ്തീയതയുടെ ഒരു പ്രാണനും പ്രാണവായുമാണ് കുരിശ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കുരിശിനെ നിഷേധത്തിൽ കാണാതെ നിത്യത പ്രാപിക്കാനുള്ള പ്രാണവായുവായി മനസ്സിലാക്കുവാൻ എനിക്ക് അഭിഷേകം നൽകണമേ. ശ്രുതികടെ ഹല്ലേലൂയ. അപ്പോൾ ഉയരങ്ങളിലേക്കും ദൈവത്തെങ്കിലേക്കുള്ള യാത്രയിലെ കുരിശിനെ പ്രാണവായുവായും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഒരു പ്രണയ മനോഭാവത്തോടു കൂടി എടുക്കണം. അതുകൊണ്ട് ഈശോ പറയണത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണം. പിന്നെ എന്ത് ചെയ്യണം? സ്വയത്തെ നിൻ്റെ സ്വന്തമായി വെച്ചനുഭവിച്ച് സന്തോഷിച്ച് ഈ ഭൂമിയിൽ മരിച്ച് മണ്ണടിഞ്ഞു പോകേണ്ട ആ കണ്ടൻറ്റുകളെ
തൽക്കാലം മാറ്റി വെക്കണം. പിന്നെ എന്ത് ചെയ്യണം? സ്വയം പരിത്യജിക്കണം. പിന്നെ കുരിശെടുക്കണം, എൻ്റെ കൂടെ വരണം. അപ്പോൾ ഇതിനകത്ത് ഉടമ്പടിയിലുണ്ടാകുന്ന ഉടമ്പടി ലൈറ്റ് വെയ്റ്റിംഗ് ആക്കണത് എന്താണ്? പെട്ടെന്ന് എയർ ലിഫ്റ്റിംഗ് ആക്കണത് കുരിശിൻ്റെ കണ്ടൻ്റാണ്. കാര്യം കുരിശിൻ്റെ കണ്ടൻറ്റ് നിത്യതയുടെ കണ്ടൻ്റാണ്. അപ്പോൾ നീ എന്ത് ചെയ്യണം? നീ നിയോഗം വെക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ നിയോഗം എല്ലാം സ്വയം ആകരുത്. എൻ്റെ വീട്, എൻ്റെ വിവാഹം, എൻ്റെ മക്കൾ, അത് എല്ലാം 6 കാര്യം ഉണ്ടെങ്കിൽ 7 കാര്യം എഴുതി വെക്കും. എന്താണ്? അവിടെ വീട്ടിലെ പശുവിൻ്റെ പ്രസവം വരെ എഴുതി വെക്കും. പിന്നെ എങ്ങനെയാണ് സംഭവം മുകളിലോട്ട് പോകണം? പാല് കുടിച്ച് നിങ്ങൾ ആ കൊച്ചു മരിച്ചപ്പോൾ നിങ്ങളും മരിക്കും. എല്ലാ 6-7 കാര്യം സ്വന്തം കാര്യം എഴുതി വെക്കും. ഇതിന് ജഡസന്ധതിയുടെ പരിപാടിയാണിത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് പഠിക്കണം. ഇത് പഠിക്കണം. ജഡസന്ധതിയെപ്പോലെ ആകരുത്. പഠിച്ചിട്ട് അതിൻ്റെ അകത്ത് മറ്റുള്ളവരെ ഈ നിയോഗം നിൻ്റെ വീട്ടിൽ നിനക്കൊരു വീട് തന്നാൽ, ആ വീട് തന്നാൽ നീ ആദ്യം ആ വീട് തന്നാൽ അതുകൊണ്ട് നിനക്കും നിൻ്റെ മക്കൾക്കും അല്ലാതെ വേറെ ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? ചില ആൾക്കാർ വീട് കൊടുക്കുമ്പോൾ തന്നെ എന്നാ ചെയ്യുമെന്നറിയാമോ? ചില ആൾക്കാർ ഒരു വീട് നിയോഗം വെച്ച് ഉടനെ നിങ്ങൾക്ക് ഒന്നുമില്ല, പാവപ്പെട്ടവരാണെങ്കിൽ ലൈഫ് മിഷൻ്റെ വീട് കിട്ടിയെന്ന് വിചാരിച്ചോ? ആ ലൈഫ് മിഷൻ്റെ വീട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് കുരിശുണ്ട്. പിന്നെ ഇവർ കുരിശുണ്ടാക്കും, സ്വന്തമായിട്ട് കുരിശുണ്ടാക്കും. എങ്ങനെ കുരിശുണ്ടാക്കണത്? നിങ്ങൾ ചേട്ടായി ആണല്ലോ, തീർച്ചയായിട്ടും 3 സെൻറ്റ് അവകാശമുണ്ട് 10 സെൻറ്റിൽ. 10 സെൻറ്റ് ഉള്ളതെന്ന് വിചാരിച്ചോ? നിങ്ങൾ എന്നാ ചെയ്യും? അപ്പനോട് സൂത് ഒപ്പിടിച്ചിട്ട് ആ 10 സെൻറ്റ് നടുക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ലൈഫ് മിഷൻ്റെ വീട് വെക്കും. അനിയൻ ഗൾഫിലാണ്, അവൻ പാവപ്പെട്ട ഇവിടെ ഇല്ലല്ലോ. അപ്പം സ്മോൾ അടിക്കുന്ന വേണമെങ്കിൽ അപ്പൻ 2 ലോണ് കിട്ടിയ സന്തോഷത്തിൽ അപ്പൻ 2 വീശിച്ചിട്ട് അപ്പനെ കൊണ്ട് ഒപ്പിടിച്ച് സാധനം സംഭവിക്കും. എന്താണ് സംഭവം? അതോടുകൂടി പിന്നെ അനിയൻ നാട് കടത്തും. സ്വന്തം ചേട്ടൻ തന്നെ അനിയനെ പെറ്റ മണ്ണിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്നും അവരെ നാട് കടത്തും. ഇത് ദൈവത്തിനറിയാം, നിൻ്റെ മനോഭാവം ദൈവത്തിനറിയാം. നീ പുതിയ കുരിശുണ്ടാക്കും. അതാണ് സംഭവം. സ്വയം എന്ന് പറഞ്ഞ സംഭവം അതാണ്. ആ ലൈഫ് മിഷൻ വീട്ടിലെ സ്വയം എന്തെന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം എന്താണ്? അത് നിൻ്റെ ചേട്ടന്, നിൻ്റെ അനുജന്, അവിടെ കൂടപ്പുറപ്പിനെ അവിടെ കിടത്തിപ്പുറപ്പിക്കാത്ത രീതിയിൽ, വേറെ ഒരു വീട് അവിടെ വെക്കാൻ പറ്റാത്ത രീതിയിൽ നീ അവിടെ താമസിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പെങ്ങന്മാരെ നീ അധികം കൈകാര്യം ചെയ്യും. കെട്ടിച്ചു പോയ പെങ്ങന്മാർ വീട്ടിൽ വരുമല്ല അമ്മയെ കാണാൻ. അയ്യോ, നീ മോന്തം കയറ്റി അവിടെ വരും. നീ നല്ല കാര്യം, നിൻ്റെ വീടല്ലേ, നിൻ്റെ വീട് നീ അപ്പനെടുക്കുന്ന എഴുതി വാങ്ങിച്ച വീടല്ലേ. പിന്നെ അന്നും അപ്പൻ ഒപ്പിട്ട് തന്നാൽ പിന്നെ നിൻ്റെ പരിപാടി എന്താണ്? നിൻ്റെ പ്രാർത്ഥന എന്താണ്? അപ്പൻ എത്രയും വേഗം ചാകണമെന്നാണ് പ്രാർത്ഥന. എന്താ കാര്യം? അപ്പൻ ഒപ്പിട്ട് തന്നില്ലേ, അനിയൻ വരുമ്പോൾ അപ്പൻ്റെ കടുത്തേക്ക് കയറുമല്ല, അപ്പൻ ചാകണം. എങ്ങനെയുണ്ട് പരിപാടി? അപ്പം നീ ആ വീടും ആ സ്ഥലവും അടിച്ചു മാറ്റുകയും പെങ്ങന്മാരെ അനുജനം പുറത്താക്കുകയും ചെയ്യും. നിൻ്റെ നിയോഗത്തിൽ ഓടരുതമ്മാവ ആളറിയാവുന്ന ആദ്യമേ തന്നെ ഇത് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ പറയും ഇതിന് വിസ കിട്ടത്തില്ലെന്ന് പറയും. എന്താ കാര്യം? നിൻ്റെ മനസ്സിരിപ്പ് എന്താണെന്ന് ദൈവത്തിന് അറിയാം. അപ്പം നിയോഗങ്ങളുള്ള സ്വയം, അതാണ് ഈശോ പറയുന്നത്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, മറ്റുള്ളവർക്ക് കുരിശ് കൊടുത്തുകൊണ്ട് എൻ്റെ സ്വയത്തെ പരിത്യജിക്കാനുള്ള പ്രത്യേക പ്രവണതകളെ എന്നിൽ നിന്ന് നിന്റെ വിശുദ്ധ രക്തത്താൽ നീ കഴുകി മാറ്റണമേ.